തീർച്ചയായും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ അണികൾ ഒക്കെ തന്നെ ഈ ഒരു പ്രതിഷേധ നിരയുടെ ഭാഗമാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആ ഒരു യോജിപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ മാധു, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യം കണ്ടത് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായി മാറിയ തൃണമൂൽ കോൺഗ്രസിനെ വെട്ടിമുറിച്ച് തുണ്ടം തുണ്ടമാക്കിയ BJP യാണ് നമ്മൾ കണ്ടത്. ആ തൃണമൂൽ കോൺഗ്രസിന്റെ MLA-മാരെ ആകെ അടർത്തിയെടുക്കുന്ന BJP-യെ കണ്ടു. ദേശീയ തലത്തിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന MP-മാരെ മുഴുവൻ പിളർത്തിയെടുത്ത് അതിൽ 20 MP-മാരെ തട്ടിയെടുത്ത BJP-യെ കണ്ടു. അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ പാർട്ടികളെയൊക്കെ തന്നെ തകർക്കുന്ന BJP-യെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പാർലമെന്റിലെ പ്രതിപക്ഷ നിരയെ ആകെ പിളർത്താനുള്ള നീക്കം അവിടെ BJP നടത്തിയിരുന്നു ദേശീയ തലത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ഈ ഒരു വിഷയത്തിൽ ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. അവിടെ പ്രതിപക്ഷ നിരയിലെ വലിയ ഐക്യം തന്നെയാണ് പാർലമെന്റിൽ കാണുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, കറുത്ത വസ്ത്രമണിച്ചാണ് എല്ലാ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളുടെ അംഗങ്ങളുമൊക്കെ തന്നെ പാർലമെന്റിലെത്തിയത്. ഇന്നും നമ്മൾ കണ്ടു പാർലമെന്റിന് മുന്നിൽ ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധമുയർത്തുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷത്തെ എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി എഴുന്നേറ്റ് നടുത്തളത്തിലിറങ്ങി കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നത് കണ്ടു. അവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് കണ്ടു. ആ യോജിപ്പ് ഇപ്പോൾ നമ്മൾ ഈ സന്ധ്യാസമയത്തും കാണുകയാണ്. ഇവിടെ ഇന്നത്തെ യോജിപ്പ്, ഈ ഒരു മുന്നേറ്റം, ഈ ഒരു പ്രതിഷേധ യാത്ര അത് പോകുന്നത് ഗാന്ധി സ്മൃതിയിലേക്കാണ്, ബിർള ഹൗസിലേക്കാണ്. അപ്രതീക്ഷിതമായ നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള പ്രതിപക്ഷ MP-മാരെല്ലാവരും 3 വാഹനങ്ങളിലായി പുറപ്പെടുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ 6 മണിക്കോടുകൂടി ചേർന്ന യോഗത്തിന് ശേഷമാണ് ഈ സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നത്. ദില്ലി വീണ്ടും നാടകീയമായ രാഷ്ട്രീയ കാഴ്ചകൾക്ക് സാക്ഷിയാവുകയാണ്. ഒരു മിന്നൽ സമരത്തിന് കൂടി സാക്ഷിയാവുകയാണ് ദില്ലി നഗരം എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഗാന്ധി സ്മൃതിയിലേക്കാണ് ഈ യാത്ര എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ സമരത്തിനിരിക്കുക, പ്രതിഷേധത്തിനിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. 30 ജനുവരി മാർഗിലേക്കാണ് ഈ വാഹനങ്ങൾ പോവുക. അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ 50 മീറ്റർ മാത്രം ബാക്കിയാണ്. അവിടേക്ക് എത്തിച്ചേരാൻ പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് അനുവദിക്കുമോ? എന്താണ് കേന്ദ്ര നീക്കം തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബിൾ, ആദ്യ വാഹനം പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. എപ്പോഴത്തേക്കാണ് 30 ജനുവരി മാർഗിലേക്കുള്ള യാത്ര ആരംഭിക്കുക? എന്താണ് പ്രതിപക്ഷത്തിന്റെ प्लान? लगा कि हमें भी सड़क पे होना चाहिए, तो हम चाहते थे कि सारे के सारे ऑपोजिशन MPs इंडिया गेट जाएं. उन्होंने मना कर दिया, रोक दिया. फिर हमने कहा कि 30 जनवरी जाना चाहते हैं. यहाँ पे इन्होंने ये बस लगा दी है और यहाँ पे ये बस लगा दी है और ड्राइवर मतलब निकल के छोड़ दिया बस को. तो यहाँ पे हम आगे नहीं जा पा रहे हैं. बट मेन मैसेज है स्टूडेंट्स को कि हम आपके साथ हैं, पूरा विपक्ष आपके साथ है और जो आपके साथ हो रहा है, आप पर जो वायलेंस हो रहा है उसके हम बिल्कुल खिलाफ हैं. नहीं, अब देख रहे हैं, हम जाने की कोशिश कर रहे हैं. हम 30 जनवरी मार्च जाना चाहते थे. सिंबॉलिकली गांधी जी की असैसिनेशन स्पॉट है, इसलिए. വാഹനം തടഞ്ഞിരിക്കുന്നു. ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബസ്സിന് കുറുകെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബസ് മുന്നോട്ട് പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാധു, അതുതന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് CRPF, ദില്ലി പോലീസും CRPF-ഉം ചേർന്ന് ഈ ഒരു യാത്ര തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്നുള്ള ഈ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നു, കേന്ദ്രസേന തടഞ്ഞിരിക്കുന്നു. മുന്നോട്ട് പോകാനാകില്ല. അങ്ങനെ 30 ജനുവരി മാർഗിലെത്തി, ഗാന്ധി സ്മൃതിയിലെത്തി പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷം എന്ന നിലപാട് ഇപ്പോൾ ദില്ലി പോലീസും കേന്ദ്രസേനയും എടുത്തിരിക്കുകയാണ്. ഒരു ബസ് കുറുകെയിട്ടാണ് ഇപ്പോൾ ഈ യാത്ര തടഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബസ് കൊണ്ടുവന്ന് ആ ബസ് റോഡിന് കുറുകെയിട്ട് മറ്റൊരു ബസ്സും മറ്റൊരു വാഹനവും കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡ് തടഞ്ഞിരിക്കുന്നു. അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിലേക്ക് നീണ്ട മൈക്കുകൾ നോക്കൂ. കേരളത്തിൽ നിന്നുള്ള 4 ചാനലുകളുടെ മൈക്കുകൾ കാണാം, പിന്നീട് 2 വാർത്താ ഏജൻസികളുടെ മൈക്കുകൾ കാണാം. ദേശീയ മാധ്യമങ്ങൾ എവിടെ എന്നൊരു ചോദ്യം കൂടി ഇവിടെ വലിയ തോതിൽ ഉയരുകയാണ്. ഇവിടെ ദേശീയ മാധ്യമങ്ങളുടെ ആ മൈക്ക് പോലും കാണാനില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരങ്ങൾ ഇപ്പോൾ രാജ്യത്ത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയാണ്. ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും, അല്ലേ?